بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഷഅബാൻ മാസത്തിന്റെ പുണ്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്ന ധാരണ പാടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഷഅബാൻ മാസങ്ങൾ വ്യത്യസ്തമായ പരിഗണനയിൽ അവിടുത്തെ അനുഷ്ഠാന പദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഖിബ്ല പ്രഖ്യാപനത്തിന്റെ പകല് എന്നത് ഷഅബാൻ 15 പകലാണ്. അപ്പോ ഷഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ് കഴിഞ്ഞാൽ പിറ്റേ പകലിനും വലിയ മഹത്വമുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് പിറ്റേ പകലിൽ ഷഅബാൻ 15 പകലിൽ നോമ്പെടുക്കണം എന്നാണ്. ഒരു വലിയ അധ്വാനത്തിന്റെ തുടക്കം എന്നോണമാണ് ആ ദിവസത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. വെറുതെ പറയുകയല്ല, റമദാനിലേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അടുത്തു. റമദാനിന്റെ പരിശീലന ദിവസങ്ങളായ 60 ദിവസമാണ് റജബിന്റെ 30-ഉം ശഅബാനിന്റെ 30-ഉം. റമദാനിലേക്കുള്ള പരിശീലനമാണ് ആ 60 ദിവസം. 60 ദിവസത്തെ പരിശീലനം കൊണ്ടാണ് 30 ദിവസത്തെ റമദാനിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. 60 ദിവസത്തെ പരിശീലന നാളിന്റെ ആദ്യത്തെ 3 ഭാഗം കഴിഞ്ഞു. അതായത് 45 ദിവസം കഴിഞ്ഞു. ഇനിയുള്ളത് റമദാനിലേക്ക് ഏകദേശം 15 ദിവസമാണ്. അത് കൂടുതൽ നമ്മൾ ആത്മീയമായി ഒരുങ്ങുക എന്നത് നമ്മെ സംബന്ധിച്ച് നിർബന്ധമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹദീസിൽ കാണുന്നത് യസിലുഹു ഇലാ റമദാൻ എന്നാണ്. ഷഅബാൻ മാസത്തെ റമദാനിലേക്ക് ചേർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ മാസത്തെ റമദാനിലേക്ക് ചേർക്കും എന്ന് പറഞ്ഞാൽ റമദാനും ഷഅബാനും ഹബീബായ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അമലിന്റെ രംഗത്ത് വലിയ മാറ്റങ്ങളില്ല. റമദാനിലേക്കുള്ളതൊക്കെ ഷഅബാനിൽ ചെയ്യുമായിരുന്നു. ഷഅബാൻ എന്ന പേര് പോലും ലിഅന്നഹു യൻഷഇബു ഇലാ റമദാൻ, റമദാനിന്റെ ശിഖിരം എന്ന രീതിയിലാണ് ഷഅബാൻ എന്ന പേര് പോലും വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഷഅബാൻ മാസത്തിൽ ഇനിയുള്ള 15 ദിവസം വളരെ നിർണായകമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഖിബ്ല പ്രഖ്യാപനത്തിന്റെ പകൽ അത് ഷഅബാൻ 15 പകലാണ്. ആ സ്നേഹ ആദരവുകളൊക്കെ നാളത്തെ ദിവസത്തിന് പരിഗണിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റാ وَإِنَّ الَّذِينَ أُوتُوا الْكِتَابَ لَيَعْلَمُونَ أَنَّهُ الْحَقُّ مِنْ رَبِّهِمْ وَمَا اللَّهُ بِغَافِلٍ عَمَّا يَعْمَلُونَ. സ്വഹാബികളിൽ ഒരു പ്രത്യേക പദവി ഉള്ള സ്വഹാബികളാണ് 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചവർ എന്ന പദവി. അതൊരു പദവി പോലെയാ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നത്. മഹാനായ ഇമാം അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനങ്ങൾ കുറിക്കുന്നത് നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഹാജറ ഇലൽ മദീനത്തി വകാന അക്സറു അഹ്ലിഹൽ യഹൂദ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ അധിക ആളുകളും ജൂതന്മാരാണ്. അപ്പോ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബലയായി ഇസ്ലാമിക ഖിബലയെ നിശ്ചയിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 16-17 മാസം ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയായി അംഗീകരിച്ച ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോഴും അവിടുത്തെ ഇഷ്ടം പരിശുദ്ധമായ കഅബ തന്നെ ഖിബലയാവണം എന്ന. കാരണം ജൂത സമൂഹത്തിന്റെ ഖിബലയായി അവർ അംഗീകരിച്ചു പോരുന്ന ബൈത്തുൽ മുഖദ്ദസ് വകാന യുഹിബ്ബു ഖിബലത ഇബ്രാഹിം ഫകാന യദഉ ഇലല്ലാഹി വയൻദുറു ഇലസ് സമാഇ. ഇബ്രാഹിം നബിയുടെ ഖിബലയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇബ്രാഹിം നബി പുനർനിർമ്മിച്ച കഅബ, ആ ഖിബലയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. 10-16 മാസത്തോളം ജൂത സമൂഹത്തിന്റെ ഖിബലയായി അവർ മദീനയിൽ അംഗീകരിച്ച് മദീനയിൽ ജീവിക്കുമ്പോൾ അവരുടെ അനുഷ്ഠാന പദങ്ങളിൽ കണ്ടിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങോട്ട് തിരിയുന്ന ആ സന്ദർഭത്തിൽ മനസ്സ് മുഴുവൻ പടച്ചോനെ എന്നായിരിക്കോ കഅബയിലേക്ക് ഖിബലയായി മാറ്റ പ്രഖ്യാപനം ഉണ്ടാവാ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ആകാശത്തേക്കായിരുന്നു, എപ്പോഴാ വഹ്യ് വരാ എന്ന്. ഈ ഒരു സന്ദർഭത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുത്ത മാസമാണ് ശഅബാൻ മാസം. ആയത്ത് നോക്കിക്കോളൂ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. ആകാശത്തിലേക്ക് കണ്ണ് മറിഞ്ഞ് ആകാശത്തിലേക്ക് കൂടെ നോക്കുന്ന അങ്ങയുടെ നോട്ടത്തെ നാം കാണുന്നുണ്ട് നബിയേ. ഫലനുവല്ലിയന്നക ഖിബലതൻ തർളാഹ. അങ്ങ് ഇഷ്ടപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ ഖിബലയെ അങ്ങയുടെ ഖിബലയായി നാം നിശ്ചയിച്ചിട്ടുണ്ട് നബിയെ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറമിലേക്ക് മുഖം തിരിക്കൂ. ഈ പ്രഖ്യാപനം വരുന്നത് ഒരു നിസ്കാരവേളയിൽ ഹബീബായ നബി തങ്ങൾ നിസ്കാരത്തിൽ അങ്ങ് തിരിഞ്ഞു. ഈ പ്രഖ്യാപനം അള്ളാന്റെ ഹബീബിന്റെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനമുള്ള പ്രഖ്യാപനമായിരുന്നു. അന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് വലിയ സ്ഥാനവുമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. ആരാണ് നമുക്ക് മുന്നിൽ നിന്ന് ദീൻ പറഞ്ഞു തന്നത്? ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ സ്വഹാബികൾ ചെയ്തു എന്ന് പറയാൻ യോഗ്യരായ സ്വഹാബികൾ ആരാ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അത് മുഹാജിറുകളും അൻസാറുകളാണ്. ആ ആയത്തിൽ പരാമർശിച്ച മുഹാജിറുകളും അൻസാറുകളുമായ ആ സ്വഹാബികളുടെ പ്രത്യേകത മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഉദ്ധരിക്കുന്നുണ്ട്. വഹുമുല്ലദീന സല്ലൗ ഇലൽ ഖിബലതൈനി ജമീഅ. രണ്ട് ഖിബലയിലേക്കും റസൂലുള്ളാഹിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബികളാണ്. അപ്പൊ രണ്ട് ഖിബലയിലേക്കും തിരിഞ്ഞവർ എന്ന പദവി സ്വഹാബികളുടെ ഇടയിൽ വളരെ വലിയ പദവിയായിരുന്നു. രണ്ട് ഖിബലയിലേക്കും തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച സ്വഹാബികളെ, അതായത് ആ രണ്ട് അവസരത്തിലും നബിയുടെ കൂടെ ഉണ്ടായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ മറ്റു സ്വഹാബത്ത് ബഹുമാനിച്ചിരുന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ ഖിബലയുടെ മാറ്റ പ്രഖ്യാപനം ഉണ്ടായത് ശഅബാൻ 15 പകലിലാണ്. അപ്പൊ ആ ദിവസം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ ദിവസത്തിൽ നമുക്ക് നോമ്പ് സുന്നത്തുണ്ട്. സുന്നത്ത് നോമ്പ് നമ്മൾ മനസ്സിലാക്കണം. ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്കല്ല. ബറാഅത്തിന് നോമ്പില്ല, ബറാഅത്തിന്റെ രാവേ ഉള്ളൂ. നോമ്പ് ശഅബാൻ 15 സുന്നത്ത് നോമ്പ് എന്ന രീതിയിലാണ്. ഏതായാലും ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ പരിശീലനത്തിന്റെ ഏറ്റവും അവസാനത്തെ നാലിലൊന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പരിശീലനം 60 ദിവസമായിരുന്നു.
60 ദിവസത്തില് 30 ദിവസം റജബിൽ കഴിഞ്ഞു. പിന്നെയുള്ള 30 ദിവസം ഷാബാനില. ആ ഷാബാനിന്റെ പകുതിയും കഴിഞ്ഞു. അപ്പൊ 1/4 ഇനി ബാക്കിയുള്ളൂ റമദാനിലേക്കുള്ള പരിശീലനം. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാനിൽ ചെയ്യുന്ന എല്ലാ നന്മകളും റമദാനിലുണ്ടായിരുന്നു. റമദാനിലേക്കായിട്ട് ഷാബാനിലെ പരിശീലിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളിൽ റമദാൻ മുഖേന ഉണ്ടാവാൻ പോകുന്ന വലിയ നേട്ടം നമ്മുടെ ഖൽബ് നന്നാവുക എന്നുള്ളതാണ്. നോമ്പിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ആ ഖൽബ് നന്നാവണ പണി റമദാൻ 1 മുതൽക്കല്ല വേണ്ടത്, അത് നേരത്തെയും ആവാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റമദാൻ കഴിഞ്ഞാൽ ഒരു മാസം ഫുള്ളായി, ഒരു മാസം പൂർണ്ണമായും റസൂലുള്ളാഹി നോമ്പ് പിടിച്ച് കണ്ടിരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഷഅബാനിലാണ്. അവിടുത്തെ ഷഅബാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു, ഷഅബാനിലെ നോമ്പിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റമദാനിലേക്ക് ചേർക്കാനുള്ള എല്ലാ അമലുകളും ഷഅബാനിലുണ്ടായിരുന്നു. റമദാൻ വന്നിട്ട് ഖത്തോദാം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും റമദാൻ വരുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് ഖത്തം ഓതി വെച്ചാൽ രണ്ടാമത്തെ ഖത്തം റമദാനിൽ ആ രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് നീങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഷഅബാൻ ഖബൂലാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിലെ നോമ്പ് കൊണ്ടൊരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ലക്ഷ്യം, ഒരു മനുഷ്യനിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ലക്ഷ്യം ഖൽബ് നന്നാവല. റമദാന്റെ നോമ്പ് കൊണ്ട് ആരുടെ ഖൽബ് നന്നായി എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കാം. നോമ്പ് എന്നുള്ളത് ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ കാലങ്ങളിലും നോമ്പ് ഉണ്ടായിട്ടുണ്ട്. സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നോമ്പുണ്ടായിരുന്നു. മഹാനവറുകളുടെ കാലം മുതൽക്ക് ഇങ്ങോട്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുൻഗാമികൾക്ക് നോമ്പ് ഫർളായിരുന്നു, അതുപോലെയാ നിങ്ങൾക്കും നോമ്പ് ഫർള്. നിങ്ങൾക്കായാലും മുൻഗാമികൾക്കായാലും ഫർളായ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാവുക എന്നതാണ്. അതായത് ഹൃദയം നന്നാവുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം നന്നാവൽ ഉണ്ടാവണം. എങ്ങനെയപ്പോ ഹൃദയം നന്നാവാ? അത് നന്നാവാതെ എന്ത് നന്നായിട്ടും കാര്യമില്ല. ഹൃദയം നന്നാവാതെ എന്ത് നന്നായിട്ടും കാര്യമില്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ അവൻ മുഴുവനും നന്നായി. അലാ വഹിയൽ ഖൽബ്, അത് വെടക്കായാൽ മനുഷ്യൻ മുഴുവനും വെടക്കായി. അത് ഹൃദയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ലുഖ്മാന്റെ തഫ്സീറിൽ കാണാം. ഇമാം ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വഅവ്വലു മാ ലഹറത് മിൻ ഹിക്മത്തിൽ അഖലിയത്തി അന്നഹു കാന റാഇയൻ ലിസയ്യിദിഹി ലുഖ്മാനുൽ ഹകീം. ലോകത്ത് ഏറ്റവും വലിയ തത്വവചസ് പറഞ്ഞിട്ടുള്ള മഹാൻ, തത്വജ്ഞാനിയാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. മഹാൻ അള്ളാഹു ഹിക്മത്ത് കൊടുത്തിട്ടുള്ള മഹാനാണ് എന്ന്. ഹിക്മത്തിന്റെ അറിവ്, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൽ ലദീ യഖാഫു ബിഹില്ലാ, അള്ളാനെ പേടി തോന്നുന്ന അറിവ് എന്തോ അതാണ് ഹിക്മത്ത്. ഈ ഹിക്മത്ത് കിട്ടിയിട്ടുള്ള മഹാനാണ് സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം 1000 വയസ്സ് ജീവിച്ച് 4000 നബിമാരുടെ ഖാദിമായ ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യം പറഞ്ഞ ഹിക്മത്തിന്റെ വർത്താനം ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം പറഞ്ഞ ഹിക്മത്തിന്റെ വർത്താനം ഇതാ. മഹാനവറുകൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു ആട് മേച്ച് നടന്ന ആളാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു നുബുവത്തിന്റെ ഏറെക്കുറെ എല്ലാ ശർത്തുകളും പാലിച്ച മഹാനാണ്. നുബുവത്തിന്റെ നിബന്ധനകളിൽ എണ്ണപ്പെട്ടിട്ടുള്ള ഒരു നിബന്ധനയാണ് ആട് മേക്കുക. ഒരു നബിയാകുന്ന ആള് ആട് മേച്ചിരിക്കണമെന്ന. ആട് മേക്കാത്ത ഒരു നബിയും ആടിനെ മേച്ച് നടക്കാത്ത ഒരു നബിയും ലോകത്ത് വന്നു പോയിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആട് മേക്കുക എന്നുള്ള സ്വഭാവം ലുഖ്മാനിലുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകന്മാരോട് സാദൃശ്യത തോന്നുന്ന രീതി മഹാനവറുകളുടെ ജീവിതത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ആ മഹാൻ നബിയായിരുന്നു എന്നാ. ഏതായാലും നുബുവത്തിന്റെ ഏറെക്കുറെ ഷർത്തുകളൊക്കെ പാലിച്ച ആ മഹാൻ ആട് മേച്ച, അമ്പിയാക്കളെ പോലെ തന്നെ ആട് മേച്ച സ്വഭാവം ആ ജീവിതത്തിൽ കാണാനുണ്ട്.
അങ്ങനെയിരിക്കെ യജമാനൻ ഒരിക്കൽ പറഞ്ഞു, മഹാനായ ലുക്മാന്റെ ബോധം എത്രയുണ്ടെന്നറിയാൻ, മഹാന്റെ മഅരിഫത്തിന്റെ വെളിച്ചം എത്രയുണ്ടെന്നറിയാൻ, ബുദ്ധി എത്രയുണ്ടെന്നറിയാൻ വേണ്ടി യജമാനൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് യജമാനൻ പറഞ്ഞു ലുക്മാൻ അലൈഹിസ്സലാമിനോട്, ലുക്മാനെ, ഒരാടിനെ അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല 2 ഭാഗം നീ എനിക്ക് കൊണ്ടുവാ, വെച്ച് വേവിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. യജമാനൻ പറഞ്ഞതാണല്ലോ. ജോലിക്കാരനായ ആട് മേക്കുന്ന ആട്ടിടയനായ ലുക്മാൻ അലൈഹിസ്സലാം ഒരാടിനെ, ഏറ്റവും മനോഹരമായ ഒരു ആടിനെ പിടിച്ചു, അറുത്തു. എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഭാഗമല്ല പറഞ്ഞത്, ആ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല മാംസം കൊണ്ടുവന്ന് പാചകം ചെയ്ത് കൊണ്ടുവരാനാ പറഞ്ഞത്. മഹാനായ ലുക്മാനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ആടിനറുത്തിട്ട് മഹാനവറുകൾ അതിന്റെ ഹൃദയവും എടുത്തു, നാവും എടുത്തു. എന്നിട്ട് ഇത് രണ്ടും നന്നായി പാചകം ചെയ്തു. എന്നിട്ട് യജമാനന്റെ മുന്നിൽ 2 പാത്രത്തിൽ വെച്ചു കൊടുത്തു. യജമാനൻ നല്ല അറിവുള്ള മഹാനായിരുന്നു. അയാൾ ചോദിച്ചു, എന്താണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ലുക്മാൻ പറഞ്ഞു, ഈ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ലത് കൊണ്ടുവരണമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അങ്ങനെ 2 ഭാഗം ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ 2 ഭാഗം, ഇത് രണ്ടും നന്നായാൽ ഇത്ര കണ്ട് നന്നാവാൻ പറ്റിയ മറ്റൊരിടം ഒരു ശരീരത്തിലുമില്ല. ഇത് മോശമായാൽ ഇത്ര കണ്ട് മോശമാവാൻ പറ്റിയ ഒരിടവും ഒരു ശരീരത്തിലും ഇല്ല. അത് ഒന്ന് കൽബും, അതായത് ഹൃദയവും നാവുമാണ്. ലുക്മാനെ പരീക്ഷിച്ചതാണ്. അപ്പൊ നമ്മുടെയും ഹൃദയം നന്നാവണം. റമളാൻ വരുന്നത് അത് നന്നാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. ഹൃദയം നന്നാവാൻ വേണ്ടിയിട്ടാ. ഹൃദയം നന്നാവാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കരിക്കുമ്പോ ഹൃദയം നല്ലതല്ലെങ്കിൽ ചിന്ത വേറെ വരും. നമ്മുടെ ഖുർആനോത്ത് പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഹൃദയ സാന്നിധ്യം വേണം. ദിക്ർ ചെല്ലുന്നതിൽ പോലും അദ്കാറുകൾ ഫലം ചെയ്യുവാൻ ഷർത്തുള്ളതാ, അത് ഹൃദയ സാന്നിധ്യം അതിൽ വേണ്ടുന്നതാ. ദിക്ർ ചൊല്ലിയാൽ പോലും അത് സ്വീകരിക്കണമെങ്കിൽ ഹൃദയ സാന്നിധ്യം വേണം. ഹൃദയം നന്നാവണം. അതിനാ റമളാനിലെ നോമ്പ് കഴിഞ്ഞിട്ട് ഹൃദയം നന്നായവർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും അതിൽ ഞാനുണ്ടെന്ന് പറയാൻ പ്രയാസപ്പെട്ടു പോകും. എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? എല്ലാ പാപവും പുറത്ത അവസ്ഥയാ. നല്ല ഹൃദയം, നിഷ്കളങ്കം. പുള്ള മനസ്സിൽ കള്ളോല, അങ്ങനെയല്ലേ? ഞങ്ങള് പുള്ളാന്ന് പറയാ, പിള്ളാന്നും പറയും. കള്ളോല. ആ ഹൃദയം നല്ല ഹൃദയ. കുട്ടികളുടെ ഹൃദയം കള്ളത്തരമില്ലാത്ത ഹൃദയ. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് സത്യപ്രകൃതത്തിലാ ജനിക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു കുഞ്ഞ് ജനിക്കുമ്പോ സത്യപ്രകൃതത്തിലാ, നിഷ്കളങ്കത, കള്ളത്തരമില്ലാത്ത നല്ല മനസ്സ്, അതിലാ ഓരോ കുഞ്ഞും ജനിച്ചു വീഴാ. പിന്നെ സാഹചര്യമാ അതിനെ ചീത്തയാക്കുന്നത്. ഈ കുഞ്ഞ് ജനിച്ച അവസ്ഥ എന്തോ ആ അവസ്ഥയിലേക്കാ ഓരോ മനുഷ്യനെയും പരിശുദ്ധ റമളാൻ കൊണ്ടുപോകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അവസ്ഥ റമളാൻ വന്നിട്ട് ഉണ്ടാവലല്ല. നമ്മുടെ മുന്നിൽ പരിശീലനത്തിന് വേണ്ടി അല്ലാഹു തന്ന 60 ദിവസത്തെ പരിശീലനം കൊണ്ട് 30 ദിവസത്തെ നേരിടുന്ന സംവിധാനം എത്ര വലിയ ശാസ്ത്രീയമായ രീതിയാ. ഒരു മനുഷ്യന് 30 ദിവസത്തെ പരിശീലിക്കാൻ 30 ദിവസം മതിയായിരുന്നു. പക്ഷെ എങ്ങാനും അതിൽ ഒരു കുറവും വരണ്ട, ഇരട്ടി ദിവസം പരിശീലനം കൊടുത്തു. റമളാൻ, ലതായിഫുൽ മആരിഫ് ഒക്കെ പറയുന്നത് റമളാൻ എന്ന ആ പവിത്രമായ 30 ദിവസത്തിന്റെ പരിശീലന കളരിയാണ് റമളാന്റെ മുന്നേ ഉള്ള ദിവസങ്ങൾ. ആ ഒരു സംവിധാനത്തെ ഓർമ്മപ്പെടുത്തുന്ന ദുആയായിരുന്നു മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബിന്റെ 1 മുതൽക്കേ ദുആരക്കും ഈ ഒരു ഓർമ്മപ്പെടുത്തല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് റമളാനിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു.
എന്നാൽ ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്ന ആ ഹൃദയ വിശുദ്ധി അത് റമളാന്റെ നോമ്പ് കൊണ്ട് കിട്ടുമെന്നാ പറഞ്ഞത്. റമളാനിൽ നോമ്പ് പിടിച്ചത് നേടുന്നതിന് മുമ്പ് ഷഅബാനിൽ നമുക്ക് ആ ഹൃദയ വിശുദ്ധി സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാൻ ധന്യമായി. റമളാൻ മുഴുവനും ആ ഹൃദയ വിശുദ്ധിയിൽ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിക അന്തരീക്ഷം മഹാന്മാരായ അമ്പിയാക്കൾക്ക് 24 മണിക്കൂറും ആ അവസ്ഥയായിരുന്നു. ഏതവസ്ഥ? ഹൃദയ വിശുദ്ധിയുടെ അവസ്ഥ. നമുക്കത് എപ്പോഴും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോണോണ്ട് കൊല്ലത്തിലൊരിക്കൽ നമുക്കത് പുതുക്കാൻ റമളാൻ വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ കുലുങ്ങുന്നില്ല. റമളാൻ വന്നിട്ടും നമ്മൾ കുലുങ്ങുന്നില്ല. മഹാന്മാരായ അമ്പിയാക്കൾക്ക് ഇത് എപ്പോഴും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. അമ്പിയാക്കൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഈ വിശുദ്ധമായ അവസ്ഥ, ഹൃദയത്തിന്റെ വിശുദ്ധി. അള്ളാഹു പറയുന്നത് കിട്ടിയാൽ ഒരു പ്രകാശമാ. അള്ളാഹു തരട്ടെ. അതൊരു വലിയ വെളിച്ച. അത് മുഖത്തും കാണാം. ആ മുഖത്ത് എന്തൊരു വെളിച്ചായിരുന്നു അല്ലെ. പലപ്പോഴും പറയും ഒരാൾ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ എന്തൊരു വെളിച്ചുള്ള മുഖ. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, വെളിച്ചുണ്ടാവും. ചിരിച്ച മുഖം, എന്തൊരു വെളിച്ചം ആ മുഖത്ത് നോക്കിയാൽ. ഈ അടുത്ത ദിവസം പാണക്കാട് ഹൈദരലി ശിഹാബുകളുടെ ഖബർ സിയാറത്തിന് പോയപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ഞാന് മഹാനായ സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ കോഴിക്കോട് വലിയ കാലി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വീട്ടിൽ കയറി. ഞാൻ സാധാരണ തങ്ങളായിട്ട് കാണലും അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സയ്യിദവറുകള് തങ്ങള് പാപ്പ വന്ന് ആ മുഖത്ത് നോക്കിയപ്പോ ഒരു അസാധാരണമായ വെളിച്ചം ആ മുഖത്ത്, അസാധാരണമായ വെളിച്ചം അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും തോന്നിയെന്ന്. അപ്പൊ എന്റെ കൂടെയുള്ള ആള് മുജീബ് റഹ്മാൻ ദാരിമിയോട് ഞാൻ ചോദിച്ചു, എന്തെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേക വെളിച്ചം, ഹൃദയത്തിന്റെ വെളിച്ചം മുഖത്ത് കാണും. മുഖം മനസ്സിന്റെ കണ്ണാടി, മുഖം മനസ്സിന്റെ കണ്ണാടി. മുഖം ചിലപ്പോൾ വിഷാദം മുറ്റി നിൽക്കുന്ന, വീർത്ത് കെട്ടി നിൽക്കുന്ന മുഖം കാണാറുണ്ട്. എന്തേ? മനസ്സിന്റെ അകത്ത് ദുഃഖത്തിന്റെ ഭാരം അത് മുഖത്ത് കാണാം. മനസ്സിന് വിഷമം വരുമ്പോൾ മുഖത്ത് കണ്ണുനീരൊലിക്കുന്നു. മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷം അത് മുഖത്ത് ചിരിയായി വിരിയുന്നു. ഹൃദയം അതങ്ങ് നന്നായാൽ അതിന്റെ വെളിച്ചം നമ്മുടെ മുഖത്ത് കാണും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഈ വെളിച്ചം ഹൃദയത്തിൽ ഇല്ലാതെ പോയവൻ വയലെന്ന നരകത്തിന്റെ സന്തതിയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് വെളിച്ചം? റമളാന്റെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞ വെളിച്ചം എന്നിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. എന്തിനാ റമളാനിലേക്ക് കാത്തിരിക്കുന്നത്? ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേണം. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞ ഖുർആൻ ഈ വെളിച്ചം തന്നു എന്നാ മദ്ഹ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞു ഖുർആൻ. അലം നശ്റഹ് ലക സദ്റക. നബിയെ, ഈ വെളിച്ചം നാം അങ്ങയുടെ ഹൃദയത്തിലേക്ക് തന്നില്ലേ? മുത്തായ നബിക്ക് മദ്ഹ് പറഞ്ഞോടത്ത് ഖുർആൻ ഹൃദയത്തിന്റെ അകത്ത് കിട്ടുന്ന വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു. ശഅബാനിന്റെ ഇനിയുള്ള ദിവസം ആ വെളിച്ചത്തിന് വേണ്ടി ആവണമെന്ന് പറഞ്ഞു. ആ വെളിച്ചം തരണേ, ആ വെളിച്ചം തരണേ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واجعل لي وزيرا من أهلي هارون أخي. മൂസാ നബിയുടെ ദുആയാണിത്. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ദുആയാണ് സൂറത്ത് ത്വാഹ. ഫറോവയുടെ കൊട്ടാരത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്ന ഫറോവയ്ക്ക് കുറച്ച് വെളിച്ചം കൊടുക്കണം. അതിന് കൂടുതൽ വെളിച്ചം വേണം. നിലവിലുള്ള വെളിച്ചം പോരാം. റബ്ബി ശ്റഹ് ലീ സദ്രി. അല്ലാഹുവേ,
നീ എനിക്ക് തന്നിരിക്കുന്ന ഈ സുറൂഹിയത്തിന്റെ വെളിച്ചം ഇത് പോരാ, കുറച്ചുകൂടി വേണേ, കൂട്ടിത്തരണേ. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിന്റെ ദുആയാണ്, അല്ലാഹുവേ ആ ഹൃദയത്തിന്റെ വെളിച്ചം നീ കൂട്ടിത്തരണേ, ഹൃദയത്തിന്റെ വെളിച്ചം നീ കൂട്ടിത്തരണേ. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഫറോവ ഇരുട്ടിൽ കിടക്ക, ഫറോവക്ക് കൂടുതൽ വെളിച്ചം ചെല്ലണം. കാരണം ഇസ്ലാം കണ്ട ഏറ്റവും വലിയ, ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുവ, ഏറ്റവും വലിയ നിഷേധിയ ഫറോവ. അവിടേക്ക് പോകുമ്പോൾ ആ കെട്ടുറപ്പുള്ള ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്തിലിരിക്കുന്ന അധിപന്റെ സർവ്വ അഹങ്കാരത്തെയും താഴെ ഇറക്കാൻ കഴിയും വിധമുള്ള ഒരു വെളിച്ചം ആ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ എനിക്ക് വേറെയും വെളിച്ചം ഇനി കൂടുതൽ വേണമെന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ഈ ഹൃദയത്തിൽ വെളിച്ചുള്ള ആള് ഒന്നങ്ങോട്ട് പറഞ്ഞ അത് നാവിലൂടെ അങ്ങോട്ട് വരും. ഹൃദയവും നാവും അത് രണ്ടും പരസ്പര പൂരക. അൽ ലിസാനു ഖലീഫത്തുൽ ഖൽബി എന്ന ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം, നാവ് എന്നത് ഹൃദയത്തിന്റെ ഖലീഫയാണെന്ന. ഹൃദയത്തിലെ വെളിച്ചമുണ്ടെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞാൽ ഫലിക്കും. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ എല്ലാ ദിവസവും മഗ്രിബിന് പള്ളി പോകുമ്പോ ആ പരിസരത്തൊരു മദ്യപാനി, അയാൾ ഇങ്ങനെ വൈകുന്നേരം മഗ്രിബിനോടടുത്ത നേരത്ത് വീട്ടുമുറ്റത്തും അങ്ങാടിയിലൊക്കെ ആയിട്ട് ബഹളം വെക്കാ, കുടിച്ച് നാറ്റമുള്ള ശരീരം, വിയർത്തൊലിക്കുന്ന അയാളുടെ അഴുക്ക് പിടിച്ച വസ്ത്രം അതിട്ടിട്ട് അയാൾ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നോടത്ത് ഒരു മുസ്ലിമാണ് അദ്ദേഹം. മഹാനായ CH ഹൈദ്രോസ് ഉസ്താദിന് നബറല്ലാഹു മർഖദ വല്ലാത്ത വിഷമം തോന്നി. ഒരുപാട് പേര് ഉപദേശിച്ചിട്ട് നന്നായില്ല. CH ഉസ്താദ് ഒരു ദിവസം അങ്ങോട്ട് ചെന്നിട്ട് അയാളുടെ നെഞ്ചത്തൊക്കെ കയ്യങ്ങ് വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി നീ കള്ളു കുടിക്കരുട്ടോ, നന്നാവണം. അള്ളാഹുവേ, പിറ്റേന്ന് മഗ്രിബ് നിസ്കരിക്കാൻ അയാളുണ്ട്. കാരണം ഹൃദയത്തിൽ വെളിച്ചമുള്ളവന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഫലിക്കും. ഹൃദയത്തിൽ വെളിച്ചമുള്ള ആള് പറയാണ്, ഒരു രോഗം വന്നാൽ പണ്ടെന്തു വന്നാലും ദിനം വേണ്ടെന്നു ചൊല്ലുമെ ശൈഖുന, വിണ്ടുള്ള പോലെ റബ്ബുന വീട്ടും ബിസിയം ശൈഖിന. പണ്ടൊരു രോഗവുമായി CM വലിയുള്ളാഹിയുടെ അടുത്ത് നിന്നാൽ പറയും വേണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വെളിച്ചമുള്ളവൻ അതിഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ അള്ളാഹു വേണ്ടെന്ന് വെക്കും. കാരണം എന്താ? റുബ്ബ അഗ്ബറ വഅശ്ഗഫ മദ്ഫൂഉൻ ബിൽ ബാബി ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ചില അടിമകൾ, പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാർ, ഹൃദയത്തിൽ വെളിച്ചമുള്ള ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലും ചോദിച്ചാൽ ലഅബറഹു, അള്ളാഹു അത് നിറവേറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് വെറുതെ നിറവേറുകയല്ല, നാവിലൂടെ പറയുന്നത് ഫലിക്കണമെങ്കിൽ ഹൃദയത്തിൽ ആ വെളിച്ചം വേണം. ഏത് വെളിച്ചം? റമളാന്റെ നോമ്പ് കൊണ്ടൊരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ വെളിച്ചം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വെളിച്ചം നമുക്ക് കിട്ടണം. അത് നഷ്ടപ്പെട്ടേക്കാണ്. എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത്? പാപം ചെയ്തപ്പോ. അതെങ്ങനെയാ ഇനി കിട്ടുന്നത്? ഒരു പഥ്യവും 2 മരുന്നുമുണ്ടതിന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഈ വെളിച്ചം എങ്ങനെ പോയെന്ന് നമുക്ക് നോക്കാം. ഈ വെളിച്ചം പോയതെങ്ങനെ? ഇമാം ഇബ്നു മാജയുടെ സുനനിൽ കാണാം ഹദീസ്. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إن المؤمن إذا أذنب كانت نكتة سوداء في قلبه. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോ അയാളുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത അടയാളം വന്നു വീണു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോ ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു കറുത്ത അടയാളം വന്നു. ആ തെറ്റിൽ നിന്നും അവൻ തൗബ ചെയ്തു, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോവില്ല എന്ന ദൃഢപ്രതിജ്ഞയുണ്ട്. വീണ്ടും വീണ്ടും അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരുന്നു. സുഖില ഖൽബുഹു, അവന്റെ ഹൃദയത്തെ കഴുകി വെളുപ്പിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കണം, വൈകാൻ പാടില്ല. കറുത്ത അടയാളം അങ്ങ് കൂടിയാൽ ഒരിക്കലും ശരിയിലേക്ക്, നല്ലതിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഹൃദയത്തെ അതങ്ങ് കീഴടക്കിയാൽ
ഖുർആനിൽ പറഞ്ഞ കറുത്ത അടയാളം, ആ അടയാളമാ സ്വഹാബ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ അങ്ങ് ഖുർആനിന്റെ ആയത്ത് ഓതാൻ തുടങ്ങി. സൂറത്തുൽ മുത്തഫിഫീന്റെ 14-ാമത്തെ ആയത്ത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന്റെ കറയായി തന്നെ കറുത്ത അടയാളമായി ഹൃദയത്തിലേക്ക് വരുമെന്ന ഖുർആന്റെ പ്രഖ്യാപനം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതങ്ങ് വന്നിട്ട് ആ ഹൃദയത്തിന്റെ വെളിച്ചത്തെ മറച്ചു കളഞ്ഞ ഇരുട്ടായി കറുപ്പായി മാറി നിൽക്കാം. ഇത് കളയാൻ നമുക്ക് ഷഅബാൻ, ഇത് കളയാൻ ഷഅബാൻ നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസം മാത്രം. ഞാൻ പറഞ്ഞു, ഈ ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടത് നമുക്ക് ഈ പാപപങ്കിലമായ ജീവിതം കൊണ്ടാണെങ്കിൽ അതിനെ ശുദ്ധിയാക്കാൻ ഒരു പഥ്യവും 2 മരുന്നുമാണുള്ളത്. എന്താ പഥ്യം? പഥ്യം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയാൻ പാടില്ല. അത് റമദാന്റെ നോമ്പിന്റെയും നിബന്ധനയായി പറഞ്ഞിട്ടുണ്ട്. ഫൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദൻ ഫലഖുൽ ഇന്നി സായിം. റസൂലുള്ളാഹി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ, നിങ്ങളുടെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ. നിങ്ങളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ അവനോട് പ്രതിവചിക്കേണ്ടത് ഇന്നി സായിം, എനിക്ക് നോമ്പാണ്. അതായത് നോമ്പുണ്ട് എന്ന ഭാവം കാണിക്കുക എന്നല്ലാതെ നോമ്പുണ്ടെന്ന് പറയാൻ പോലും പാടില്ലെന്ന്. അപ്പോ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് ഹൃദയവിശുദ്ധി ഉണ്ടാവാൻ ഫൈദാക്കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ്, നാവ് കൊണ്ട് വൃത്തിയില്ലാത്ത നിലവാരമില്ലാത്ത ഒരു തമാശയും കാര്യമൊന്നും പറയല്ലേ. വലാ യസ്ഖബ്, ഉറക്ക സംസാരിക്കല്ലേ. റമദാന്റെ നോമ്പിനോടുള്ള അനാദരമാണ്. മഹാനായ ഒരു സയ്യിദ്, ഒരു പണ്ഡിതൻ നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ സാധാരണ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ചെയ്യാം, അല്ല ഒച്ചത്തിൽ അല്ല, നമ്മൾ ആ ഫോണായിട്ട് പുറത്തേക്ക് പോകും. അദ്ദേഹം അവിടെ ഇരിക്കല, അത്ര ഉറക്ക സംസാരിക്കാൻ പാടില്ല. അതൊരു ആദരവാണ്. എന്ന പോലെ റമദാൻ നിങ്ങൾ ആദരിക്കേണ്ട മാസം, അതുകൊണ്ട് വലാ യസ്ഖബ്, ഉറക്ക വർത്താനം പറയല്ലേ എന്നാ പറഞ്ഞത്. പിന്നെ ഗീബത്തും നമീമത്തും കളവ് പറയലും പരദൂഷണം പറയലും ഏഷണി, ഇതൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ടതേ ഇല്ല. ഒച്ചത്തിൽ സംസാരിക്കൽ പോലും റമദാന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുമെന്ന പരിശുദ്ധ മതം പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം നിയന്ത്രിച്ചിരിക്കാൻ നമ്മുടെ ശബ്ദത്തെ, നാവിനെ. നാവ് നന്നാവാതെ ഹൃദയം നന്നാവൂല. നോമ്പുകാരാ, നീ ഉറക്ക വർത്താനം പറയൽ പോലും അരുതേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിക്ക് റമദാൻ നമുക്ക് പഥ്യമായി പറഞ്ഞത് നാവ് കൺട്രോൾ ചെയ്യൽ തന്നെയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ഖൽബ് നന്നാവാൻ 2 മാർഗങ്ങളാ. ഇന്നൽ ഖുലൂബ തസ്ദഉ ഇദാ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങൾ തുരുമ്പെടുക്കും. കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ, വെള്ളമെത്തിയാൽ ഇരുമ്പിൽ തുരുമ്പെടുക്കുന്ന പോലെ, ഈർപ്പമടിച്ചാൽ തണുപ്പടിച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയവും തുരുമ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇരുമ്പ് തുരുമ്പിച്ചാൽ കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് പോകും. വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുരുമ്പ് എങ്ങനെ കളയും? 2 മരുന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ കറ കളയാൻ 2 മരുന്ന്. പഥ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നാവിനെ സൂക്ഷിക്കാം. ഹൃദയത്തിന്റെ കറ കളയാൻ 2 മരുന്ന്. ഒന്നാമത്തെ മരുന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണമാ. ഖുർആൻ പാരായണം ഒന്നാമത്തെ മരുന്ന്. റമദാനിലേക്ക് നാം ഒരുക്കി വെക്കുന്ന ഏറ്റവും വലിയ വിഭവവും, റമദാനിൽ ഒരുക്കുന്ന വിഭവം, അതും ഖുർആൻ പാരായണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, റമദാൻ കൊണ്ട് സാധ്യമാകുന്നത് ഷഅബാനിൽ നമുക്ക് സാധ്യമാവണം. അപ്പൊ റമദാൻ നമുക്ക് ആദ്യം മുതൽക്ക് നന്നായി കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പാരായണം റമദാൻ വന്നിട്ട് തുടങ്ങാന്ന് ഓർക്കണ്ട, നേരത്തെ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേത് ഖുർആൻ പാരായണം. രണ്ടാമത്തേത് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ കൂടുതലാക്കണം. അങ്ങനെ ഓർമ്മ ഉണ്ടാവുന്ന അനുസരിച്ച് അമലും ചെയ്യണം. അല്ലാതെ ചുമ്മാ ഓർത്ത് എർത്തടിച്ച മാതിരി എവിടെയും പോയി ഇരിക്കല്ല വേണ്ട. ഞാൻ മരിച്ചു പോവൂലോ അതിപ്പോ ഒരു പ്രശ്നമായി വന്നിരിക്കുക. സ്വന്തം മരണത്തെ കുറിച്ച് ഓർത്തിട്ട് വെറുതെ ഡിപ്രഷൻ ആവും ആളുകൾ.
എത്രയോ കേസുകളെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം നമ്മൾ അറ്റൻഡ് ചെയ്തത്. സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്ത് ഡിപ്രഷൻ ആവാനല്ല പറഞ്ഞത്, സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് നാളത്തേക്കുള്ളത് സമ്പാദിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 2 മാർഗം കൊണ്ട് ഹൃദയത്തിന്റെ കറ കളഞ്ഞ് റമളാനിന്റെ വെളിച്ചം സ്വീകരിക്കാൻ ഇന്നു മുതൽക്ക് നമുക്ക് സാധ്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാനും കൂടി ഇഷ്ടപ്പെട്ടു. നല്ലോണം ഖുർആൻ കേൾക്കാനും ശ്രമിക്കാം, പരമാവധി ഖുർആൻ കേൾക്കാനും ശ്രമിക്കാം. ഓഡിയോകളൊക്കെ ധാരാളം നല്ല മനോഹരമായ ഖിറാഅത്തുകളുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചറബി പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളുടെയും രാവുകളുടെയും എല്ലാ നന്മകളിലേക്കും നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു ഖബൂലാക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു തമ്പുരാനെ, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. അല്ലാഹുവോട് സംബന്ധിച്ച എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. ഷഅബാനും റമളാനും റജബും എല്ലാം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കുക അല്ലാ. കടബാധ്യത വീട്ടിത്തരണേ അല്ലാ. ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുക അല്ലാ. വേദനയുള്ള രോഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കുക അല്ലാ. ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ശമനം നൽകുക അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളും ദുശാഠ്യങ്ങളും ഉള്ള എല്ലാവരെയും നന്നാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കുക അല്ലാ. അവരുടെ പഠനത്തിലും തൊഴിലിലുമെല്ലാം ബറക്കത്ത് നൽകുക അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കുക അല്ലാ. റഹ്മാനായ അല്ലാ ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാ. റിസ്ഖിൽ ബറക്കത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾ റബ്ബേ എല്ലാവർക്കും ആഫിയത്തോടു കൂടിയ ദീർഘായുസ് നിന്റെ മാർഗത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ പെടുന്നതിനുള്ള തളർച്ചകളും തകർച്ചകളും തരല്ലേ അല്ലാ. പെടുന്നതിനുള്ള മരണങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട വഴിയിലായ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.